എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആലോക്കന്റെ വഴി ഞങ്ങൾ നേരെ വിശാൽ മാർട്ടിൽ കയറി കുറച്ച് ചെരുപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു. ഒരു ബസ് തൊട്ടേ തൊട്ടില്ലേ എന്നുള്ള രീതിയിലാണ് പോയത്. ബസ്സിന് ഞങ്ങളെ കാരണോട് ഭയങ്കര ആത്മാർത്ഥ കാണും. ജസ്റ്റ് ബസ്സിന് ഉമ്മ ആച്ചുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതും ആ ബ്ലോക്കിൽ ഞങ്ങൾ എവിടെ പോയി ഒതുക്കാനാണ്? നിങ്ങൾ പറയൂ ഞങ്ങൾക്കറിയാമല്ലോ. വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി ഇറങ്ങി. ഒരു 10 മണിയായി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ പോയ ഒരു ചുക്ക് കാപ്പിയും ചായയും ഓംലേറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്ക് കാക്കകളും കിളികളൊക്കെ കൂടി ഒച്ചപ്പാടി ഈ പതുകിളികൾക്ക് ഈ പാതിരാത്രി അല്ലാണ്ട് വേറൊരു സമയം കിട്ടില്ല ചായ കുടിക്കാൻ വരാന്നുള്ള രീതിയിൽ ഭയങ്കര വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട് നാളോടി പോയി ഒരു ദോശ വാങ്ങിച്ച് മറ്റൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായി. അത് കഴിഞ്ഞ് കഴിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഓപ്പൺ ജിമ്മിൽ എല്ലാ സാധനങ്ങളും വിടച്ച് കയറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ പേര് അവിടെ വന്ന് പോയിരിക്കുന്നുണ്ടായി. ജീവിതത്തിൽ മര്യാദ സൈക്കിൾ ഓട്ടാൻ പറ്റാത്ത ആവേശം എല്ലാം അങ്ങോട്ട് തീർക്കണ്ടായിരുന്നു. വീട്ടിൽ വെറുതിരിക്കണോ എങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു മുട്ടത്തുള്ള ചവറപ്പാടം. അവിടെ ഞങ്ങൾക്ക് കിട്ടും ചായ, കാപ്പി, കടി, അങ്ങനെ പലവിധ സാധനങ്ങൾ. അങ്ങനെ നല്ലൊരു വൈബും പിടിച്ച് അവിടെ ഞങ്ങൾ കുറച്ചേരി ഇരുന്നു. പെട്ടെന്ന് എന്റെ മനസ്സ് കല്യാണരാമല്ല പൂഞ്ഞിക്കരായി മാറി. പിന്നെ ഇനട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യണ ഈ സാധനത്തിൽ കയറി കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ നേരെ മുപ്പത്തടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ ബോട്ട് പോകണത് കണ്ടിട്ട് പിന്നെ നേരെ പെലി കയറി അവിടെ നിന്ന് ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ പോകും. ഇത്രയും വണ്ടിപ്രാന്തനായ എന്റെ കെട്ടു സ്റ്റിയറിംഗിന് തിന്നാൻ കൊടുത്തിട്ട് പിന്നെ രാവിലെ ഞങ്ങള് ആലുവയിലോട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി. അത് ഇന്ന് സർപ്രൈസ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ ചോദിച്ചിട്ട് നല്ല ചെത്തി മിനിങ്ങി വന്നതുകൊണ്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാതെ ഇങ്ങനെ പോകണം. അതുകൊണ്ട് നിർത്തും നല്ല സുന്ദരമായിട്ട് കളേന്റെ കെട്ടിട്ട് ഫ്രഷ് അടിച്ചിരിക്കും. ഞാൻ അതൊക്കെ നിർത്തിയെടുത്ത് അവൻ എന്തൊക്കെയോ കിടന്ന് പറയണ്ടായി. പകുതി എനിക്ക് മനസ്സിലാവുന്ന എല്ലാത്തിനും തലയിട്ടാട്ടി കൊടുത്തു. നേരെ കാലത്തിട്ട് ചൂടായതുകൊണ്ട് അധികം തെണ്ടി നടക്കാതെ നേരെ വീട്ടിൽ പോകുന്ന അത്രയുള്ളൂ. ബായ്.